കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്താണ് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവമാണ് കുപ്പത്ത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ തുടർ നടപടികൾക്ക് വേഗത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? മനു, ഈ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കണ്ണൂർ കുപ്പത്താണ് ഇന്നലെ 2 തവണയായി മണ്ണ് ഇടിഞ്ഞു വീണത്. രാവിലെയും വൈകുന്നേരവും 2 തവണ മണ്ണിടിച്ചിലുണ്ടായി. ഈ ദേശീയപാത നിർമ്മാണത്തിനായി വലിയ കുന്ന് ഇടിച്ച ഒരു സ്ഥലമുണ്ട്. ആ കുന്നിടിച്ച സ്ഥലത്ത് നിന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അവിടെ സ്വാഭാവികമായും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആണ് ഇന്നലെ നിലനിന്നിരുന്നത്. കാരണം 2 ദിവസമായി കണ്ണൂർ ജില്ലയിൽ പെയ്ത കനത്ത മഴയിലാണ് ഈ ദേശീയപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, ഈ ചെളിയും മണ്ണുമെല്ലാം താഴെയുള്ള വീടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇന്നലെ പ്രതിഷേധമെല്ലാം തന്നെ ഉണ്ടായത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി അവിടെ വിദഗ്ധ സമിതി സന്ദർശനം നടത്തി ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ ജനപ്രതിനിധികളുമെല്ലാം തന്നെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മണ്ണിടിച്ചിൽ തടയാനും അതോടൊപ്പം തന്നെ ഈ വീടുകളിലേക്ക് ചെളി ഒഴുകിയെത്തുന്നത് തടയുന്നതിനായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നാശനഷ്ടം പറ്റിയ വീട്ടുകാർക്ക് അതിൻ്റെ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് കല്യാശ്ശേരി MLA M വിജിൻ എത്തുകയും അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വേഗത്തിലെത്തുകയും പരിശോധന നടത്തുകയും ഇപ്പോൾ അടിയന്തര നടപടികളെല്ലാം തന്നെ സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ആശ്വാസമുണ്ട്. മഴ വീണ്ടും കനക്കുകയാണെങ്കിൽ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി, ഇനി വീണ്ടും മഴയുണ്ടാകുന്നതിന് മുന്നോടിയായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മനു, ശരി, ഏതായാലും അത്തരത്തിലുള്ള ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ഒരുപാട് പണം മുടക്കി നടപ്പാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്.